ക്ലാസ്സിൽ കുറെ ചെടികളെ കുറിച്ചും മരങ്ങളെ കുറിച്ചുമാണ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? അബൌട്ട് അവർ നേച്ചർ, പ്ലാന്റ്സ് ആൻഡ് ട്രീസ്. ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, നമുക്കത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. Then listen. We see many plants around us. They make our world colorful. The plants in our surroundings, they make our world colorful. അല്ലേ? നമ്മുടെ ചുറ്റും എന്താണ്? ഒരുപാട് സസ്യങ്ങളൊക്കെ ഉണ്ടല്ലേ? സസ്യങ്ങളുണ്ട്, ചെടികളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നേച്ചറിൽ ഉണ്ടല്ലേ? ദാറ്റ് മേക്ക് അവർ വേൾഡ് ഈസ് വെരി കളർഫുൾ. അതൊക്കെയാണ് നമ്മുടെ വേൾഡ് ഇത്ര ബ്യൂട്ടിഫുൾ ഓർ കളർഫുൾ ആക്കി മാറ്റുന്നത് അല്ലേ? അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. വി ആർ ഡിസ്കസിങ് ഇൻ അവർ ലാസ്റ്റ് ക്ലാസ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. പലതരം പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? ചെടികളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഹിയർ. Plants grow in different shapes and sizes. We already say that plants are in different shape and sizes. അല്ലെ? മരങ്ങൾ എന്താണ്? ചില പ്രത്യേക ഷേപ്പിൽ ഉണ്ടാവും, ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണ് സൈസിലും ഒക്കെയാണ് ഉണ്ടാവുക അല്ലെ? എല്ലാം എന്താണ്? ഒരുപാട് വലിയ മരങ്ങളാണോ? എല്ലാം അല്ല അല്ലെ? കുറെ ചെറിയ മരങ്ങൾ ഉണ്ടാവാം, വലിയ മരങ്ങൾ ഉണ്ടാവും, നല്ല വണ്ണമുള്ള മരങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളൊക്കെ ഡിഫറെന്റ് സൈസും ഡിഫറെന്റ് ഷേപ്പും ആണ്. ഓക്കെ, then some plants are small. ചില ചെടികൾ എന്താണ്? വളരെ ചെറിയതാണ് അല്ലേ? The mint and തുളസി are small plants. എന്താണ്? നമ്മുടെ അടുത്തുള്ള മിന്റ് അല്ലേ? നമ്മുടെ പുതിന ചെടിയും തുളസിയും ഒക്കെ എന്താണ്? It is very small. Some plants are very small like mint and തുളസി. നമ്മുടെ മിന്റും തുളസിയും ഒക്കെ എന്താണ്? വളരെ ചെറിയ ചെടികളാണ് അല്ലേ? വലിയ തുളസി ട്രീ ഉണ്ടാകാറുണ്ടോ? ഇല്ല അല്ലേ? That is very small. തുളസി is a small plant and mint also. തുളസിയും മിന്റും ഒക്കെ എന്താണ്? വളരെ ചെറിയ ചെടികളാണ്. ഓക്കെ, ക്ലിയർ? Okay, then some plants are very big. Some plants are very small and some plants are very big. അല്ലേ? ചെറിയ മരങ്ങളും ഉണ്ട്, ഒരുപാട് വലിയ മരങ്ങളും ഉണ്ട് അല്ലേ? Then big plants are called trees. വലിയ മരങ്ങൾ നമ്മൾ എന്ത് പറയും? വലിയ ചെടികൾ നമ്മൾ trees അല്ലേ? മരങ്ങൾ എന്ന് പറയും അല്ലേ? They are tall and very strong. The big plants are we called trees that are very strong and tall. എന്താണ്? വലിയ മരങ്ങളൊക്കെ എന്താണ്? വളരെ നീളമുള്ളതും വണ്ണമുള്ളതും ഒക്കെയാണ് അല്ലേ? അപ്പോ there are different kinds of plants. Some plants are very big and some plants are very small. Small plants like mint and tulasi and big plants we called that trees. Trees are very tall and strong. എന്താണ്? ഒരുപാട് തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? ചെടികളുണ്ട്. Some are very big. കുറച്ചൊക്കെ എന്താണ്? ഒരുപാട് വലിയതാണ്. Some are very small. കുറച്ച് ചെറിയ ചെടികളും ഉണ്ട്. And mint, തുളസി both are very small plants. മിന്റും തുളസിയും ഒക്കെ എന്താണ്? ചെറിയ മരങ്ങളാണ്, ചെറിയ ചെടികളാണ് അല്ലേ? And mango, neem, gulmohar, pine, these are very big trees. Big plants, we called the big plants is trees. വലിയ ചെടികളെയാണ് നമ്മൾ എന്ത് പറയാ? മരം എന്ന് പറയാറ് അല്ലേ? The trees are very tall and strong. Okay, the mango, neem, gulmohar and pine are trees. Okay, clear? മാംഗോയും പൈനും ഗുൽമോഹറും നീമും ഒക്കെ എന്താണ്? They are very big trees. Clear? It is clear? Yes or no? Yes. If you have any doubt, ask me. Okay. Then some plants are weak. This is another kind of plants. Some plants are very small and some plants are very big. Small plants like mint and tulasi, big plants like neem,
gulmohar, mango and pine. And other kind of plants are, some plants are very weak. They need support to stand straight. Such plants are called climbers. This is another kind of plant, climbers. Some plants are very big. They need support to other. അല്ലേ എന്താണ് ചില ചെടികൾ വളരെ വീക്ക് ആണല്ലേ, അവരൊട്ടും ശക്തിയില്ലാത്തവരാണല്ലേ. they must want the support of other plants to stand straight. അവർക്ക് നേരെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? മറ്റുള്ള ചെടികളുടെ, മറ്റുള്ള ഏതെങ്കിലും മരത്തിന്റെ ഒക്കെ ഹെൽപ്പ് വേണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലൈംബേഴ്സ്. അതായത് നമ്മൾ ഈ വള്ളി ചെടികളെയൊക്കെയാണ് മീൻ ചെയ്യുന്നത്. അതായത് വേറെ മരത്തിന്റെ മുകളിലൊക്കെ. ദീക്ഷിത് ലിസൺ. ഓക്കെ, എന്താണ് മറ്റുള്ള ചെടികളുടെ മരത്തിന്റെ ഒക്കെ മുകളിൽ പടർന്ന് കയറി പോകുന്ന ചെടികളുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ചെടികളെ? അതായത് തനിയെ നിൽക്കുന്നതല്ലാതെ ചെറുതുമല്ല വലുതുമല്ല, മറ്റുള്ള മരത്തിന്റെ ഒക്കെ മുകളിൽ വലിഞ്ഞു കയറിയിട്ട് ഇങ്ങനെ പടർന്നു പോകുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? അവരെ നമ്മൾ എന്താ പറയാ? ക്ലൈംബേഴ്സ് എന്നാണ് പറയാ. എന്താണ് അത്? മറ്റുള്ളതിന് മുകളിൽ കയറുന്നതാണ് അല്ലേ? ക്ലൈംബ് ചെയ്ത് കയറുന്നതാണ് ക്ലൈംബ് അല്ലേ? അപ്പൊ അങ്ങനെ മറ്റുള്ളതിന്റെ ഒക്കെ മുകളിൽ പടർന്നു കയറിയിട്ട് അതിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി നിൽക്കുന്ന ചെടികളെ നമ്മൾ climbers എന്നാണ് പറയാ. The example of climbers are bean and grapevine അല്ലേ? എന്താണ്? നമ്മുടെ മുന്തിരി വള്ളിയും പിന്നെ ബീൻസിന്റെ വള്ളിയും ഒക്കെ അല്ലേ? നമ്മുടെ പച്ചക്കറികളായ കുറെ പയറ്, ബീൻസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്താണ്? അവര് നേരെ ഇങ്ങനെ വളരുകയാണോ ചെയ്യാ? ചെടി പോലെ നേരെ മുകളിലേക്ക് വളരുകയാണോ ചെയ്യാറ്? No, they are climb other trees അല്ലേ? മറ്റുള്ളതിന്റെ ഒക്കെ മുകളിൽ എന്ത് ചെയ്യും? അത് പടർന്ന് കയറുകയാണ് ചെയ്യുക. അതിനെയാണ് ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ പടർന്ന് കയറുന്നത് കൊണ്ടാണ് we called that climbers. ക്ലൈംബ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ക്ലൈംബ് ഓൺ എ ട്രീ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? മരത്തിന്റെ മുകളിൽ കയറുക. അതുകൊണ്ടാണ് അവയെ നമ്മൾ climbers എന്ന് പറയുന്നത്. That they need support to other plants to stand straight because they are very weak. അവര് ഒട്ടും ഹെൽത്തി അല്ല അല്ലേ? അവർക്ക് എന്താണ്? തനിയെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? മറ്റുള്ള ചെടികളുടെ ഒക്കെ മുകളിൽ ഇങ്ങനെ കയറിപ്പോകും. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? We already studied 3 types of plants. First one is very small. Some plants are very small like mint and tulsi. Okay, some plants are very small. ചെറിയതാണ് അല്ലേ? മിന്റും തുളസിയും ഒക്കെ. മിന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പുതിന ചെടി അല്ലെ? തുളസി പോലൊക്കെ ഉള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് പുതിന. ഔഷധമാണ് അല്ലേ ഇത്? അപ്പൊ ഈ പുതിനയും തുളസിയും ഒക്കെ എന്താണ്? ഇറ്റ് ഇസ് വെരി സ്മോൾ plants and some plants are very big. ചില മരങ്ങൾ എന്താണ്? ചില ചെടികൾ എന്താണ്? വളരെ വലിയതാണ് അല്ലെ? അവയെ നമ്മൾ എന്ത് പറയും? ട്രീസ് എന്ന് വിളിക്കും അല്ലെ? മരങ്ങൾ എന്ന് നമ്മൾ പറയും. മരങ്ങൾ എന്താണ്? they are very tall and strong. മരങ്ങൾ നല്ല നീളവും വണ്ണവും ഒക്കെ ഉള്ളതാണ് അല്ലെ? they are very healthy and very strong. Just like mango, neem, gulmohar and pine. These are the examples of big trees. ഇതൊക്കെയാണ് വലിയ മരങ്ങളുടെ എക്സാമ്പിൾസ്. Then നമ്മൾ പറഞ്ഞത് climbers നെ കുറിച്ചാണ്. Climbers are very weak. They are very weak and they need support to stand straight. അല്ലേ? They need support to other plants to stand straight. നേരെ നിൽക്കാൻ വേണ്ടി അവർക്ക് എന്ത് വേണം? മറ്റുള്ള ചെടികളുടെ ഒക്കെ ഹെൽപ്പ് വേണം അല്ലേ? they are very weak. അവര് ഒട്ടും ശക്തിയില്ലാത്തതാണ് അല്ലേ? they are very weak because they want help to other trees to stand straight. നേരെ നിൽക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ഹെൽപ്പ് അവർക്ക് വേണം. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? climbers. We called them climbers. climb ചെയ്യാന്ന് വെച്ചാല് എവിടെയെങ്കിലും കയറുക എന്നുള്ളതാണ്. climb on a trees എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പൊ എന്താണ്? മറ്റുള്ളതിന്റെ ഒക്കെ മുകളിൽ കയറി അങ്ങനെ പോകുന്ന ചെടികളെയാണ് നമ്മൾ climbers എന്ന് പറയാ. The examples of climbers are beans and grapevine അല്ലേ? bean നമ്മുടെ പയറിന്റെ ഒക്കെ വള്ളിയും മുന്തിരി വള്ളിയും ഒക്കെ എന്താണ് ചെയ്യാ? ഏതിന്റെ ഒക്കെ മുകളിൽ പടർന്ന് കയറിയിട്ടാണ് നിൽക്കുക. അതുകൊണ്ടാണ് അവരെ എന്ത് പറയുന്നത്? climbers എന്ന് പറയുന്നത്. Clear? It is clear?
Yes. Okay. Then our next, some trees such as the banyan spread out as they grow. Some trees such as coconut go straight. Here, other kind of tree, banyan and coconut. What is the difference of both? Banyan tree coconut tree വ്യത്യാസം എന്താണ്? Banyan tree എന്താണ്? Such as banyan is a big tree അല്ലേ? Banyan tree എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? ആൽമരമാണ് അല്ലേ? ആൽമരം, banyan tree, ആൽമരം. ദേവർഷ, what happened? മനസ്സിലാവുന്നില്ലേ മോളെ? Yes or no? എന്താണ്? മനസ്സിലാവുന്നില്ലൊന്നും. എന്താണ് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ മിസ് പറയുന്നത് കേൾക്കുന്നില്ല എന്നാണോ? മിസ് പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നാണോ? പറയുന്നത് സ്പീഡ് ആവുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ മോളെ, ഓൾറെഡി എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഈ ലെസൺ എടുത്തതാണ്. മോള് കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു ദേവാഷ? ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് കൊണ്ടാണ് മിസ് ഇത് പെട്ടെന്ന് പറഞ്ഞു പോയത്. ഇതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ എന്ന് കരുതിയിട്ടാണ് മിസ് വൺസ് അഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്തത് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതല്ലേ ഇത് അല്ലേ? അതുകൊണ്ടാണ് മിസ് സ്പീഡിൽ പറഞ്ഞു പോയത്. അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയാണ് മിസ് ഒന്നുകൂടെ പറഞ്ഞത്. ഓക്കെ ഓക്കെ മോളെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നന്നായിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. മിസ് ഇത്തിരി കൂടെ സ്പീഡ് കുറച്ച് വേണമെങ്കിൽ പറയാം. വേണോ? ഓക്കെ, ശ്രദ്ധിക്ക. അപ്പൊ എന്താണ്? ലിസൺ, we told about the different kinds of trees. നമ്മൾ എന്താണ് പല തരത്തിലുള്ള മരങ്ങളെ കുറിച്ചൊക്കെ ചെടികളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞതല്ലേ? വേറെ ആർക്കെങ്കിലും സ്പീഡായി പോകുന്നു, അതുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടോ? പ്രോബ്ലം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തോണ്ടാണ് മിസ് പെട്ടെന്ന് പറഞ്ഞു പോയതേ. നമുക്കിനി നെക്സ്റ്റ് പേജിലെ ത്രോൺസ് തൊട്ടാണ് എടുക്കേണ്ടത് അല്ലേ? ശ്രദ്ധിക്ക്. ദെൻ ദീക്ഷിത്ത് ഭയങ്കര കളിയാണല്ലേ ദീക്ഷിത്? ഷാർപ്നർ വെച്ച് കളിക്കാണല്ലേ? മിസ് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ലിസൺ. സം ട്രീസ് such as the banyan tree. ആൽമരത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? banyan tree എന്ന് വെച്ചാൽ എന്താണ്? ആൽമരമാണ് അല്ലേ? ആൽമരം, banyan tree. They spread out as they grow. അവര് വളരുമ്പോ എന്താ ചെയ്യാ? അവര് ഇങ്ങനെ പടർന്ന് പന്തലിച്ചാണ് വളരാറ് ഇല്ലേ? അല്ലാതെ തെങ്ങൊക്കെ പോലെ നേരെ മുകളിലോട്ടാണ് പോവുക. ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ? കുറെ കൊമ്പുകളൊക്കെ ഉണ്ട് അല്ലേ ആൽമരത്തിന്? അവര് നേരെ മുകളിലോട്ട് വളരുകയല്ലല്ലോ ചെയ്യാറ്. അവർക്ക് ഒരുപാട് കൊമ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരിങ്ങനെ പടർന്ന് പന്തലിച്ചിട്ടാണ് വളരാറ്. They spread out as they grow. അതാണ് പറയുന്നത്. അവര് പടർന്നിട്ടാണ് വളരാറ്. Then some trees such as the coconut go straight. പിന്നെ കോക്കനട്ട് ട്രീ പോലെ, തെങ്ങ് പോലെ നേരെ മുകളിലേക്ക് വളരുന്ന ചെടികളും മരങ്ങളും ഉണ്ട്. ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് രണ്ടിന്റെയും ഡിഫറൻസ് മനസ്സിലാവും അല്ലേ? ഒന്നെന്താണ്? banyan tree ആണ്, അത് പടർന്ന് പന്തലിച്ച് അങ്ങനെ കിടക്കുകയാണ്. Then next one is coconut tree. അത് നേരെ മുകളിലേക്കും പോയിട്ടുണ്ട്. These are the difference of both banyan and coconut tree. Clear? Clear? Yes? Okay. Then leaves. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? ഇലകളെ കുറിച്ചാണ് അല്ലേ? നമ്മളിപ്പോ ചെടികളെ കുറിച്ച് പറഞ്ഞു. And then we are going to learn about leaves. എന്താണ് leaf? ഇലകളാണ് അല്ലേ? ഇലകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. Plants have leaves. എന്താണ്? ഇലകൾക്ക് ചെടികൾക്ക് എന്തുണ്ട്? ഇലകളുണ്ട് അല്ലേ? ഇലകളുണ്ട്. എല്ലാ ചെടികൾക്കും എന്തുണ്ട്? ഇലകളുണ്ട്. ഡിഫറെന്റ് ഷേപ്പിലും ആണ് ഇലകൾ ഉണ്ടാവുക അല്ലെ? ഡിഫറെന്റ് ഷേപ്പ് ആൻഡ് ഡിഫറെന്റ് സൈസ്. നല്ല ഇലകള് എല്ലാ മരങ്ങൾക്കും ചെടികൾക്കും ഉണ്ട്. കണ്ടിട്ടില്ലേ? ഇലകൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. Then most leaves are green.
മോസ്റ്റ് ഓഫ് ദ ലീവ്സ് ആർ വെരി ഗ്രീൻ. എന്താണ്? മിക്കവാറും ചെടികൾ എന്താണ്? ചെടികളുടെ ഇലകൾ എന്താണ്? ഗ്രീൻ കളറാണ് അല്ലേ? മിക്കവാറും ചെടികളുടെ ഇലകൾക്കൊക്കെ എന്താ ഉള്ളത്? പച്ച നിറമാണ് ഉള്ളത്. Some plants have big leaves. We already say some plants are very small and some plants are very big. And just like that, some leaves of trees are very big and some leaves are very small. വലിയ ഇലകളുമുണ്ട്, ചെറിയ ഇലകളുമുണ്ട് അല്ലേ? വലിയ ഇലയുള്ള ഒരു ട്രീ മരത്തിന്റെ പേരറിയാമോ ആർക്കെങ്കിലും? വലിയ ഇലയുള്ള ഒരു മരം എന്താണ്? ഒരു വലിയ ഇലയുള്ള മരം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഓക്കെ, എന്താണ് റിച്ചാർഡ് വലിയ ഇലയുള്ള ഒരു മരം? ബനാന. യാ, ബനാന. ഓക്കെ, ലിസൺ. അപ്പൊ നമ്മുടെ റിച്ചാർഡ് പറഞ്ഞ പോലെ ബനാന ലീഫ് അല്ലേ? വാഴയില എന്താണ്? വലിയതാണ് അല്ലേ? ചെറുതാണോ വാഴയില? നോ, ദാറ്റ്സ് വെരി ബിഗ്. വാഴയില എന്താണ്? വളരെ വലിയതാണ്. മോളെ ദേവർഷ, ക്ലാസ് കഴിഞ്ഞിട്ട് ഓക്കെ, some plants have leaves അല്ലേ നമ്മൾ പറഞ്ഞു? സോറി, all plants have leaves. എല്ലാ ചെടികൾക്കും മരങ്ങൾക്കും എന്തുണ്ട്? ഇലകളുണ്ട് അല്ലേ? And most leaves are green. മിക്കവാറും ഇലകളൊക്കെ എന്ത് നിറാണ്? Which color? Green, പച്ച നിറമാണ് അല്ലേ? Then some plants have big leaves. ചില ചെടികൾക്ക് എന്തുണ്ട്? വലിയ ഇലകളുണ്ട്. The banana plant has big leaves. വാഴയ്ക്ക് എന്തുണ്ട്? വലിയ ഇലയാണ് അല്ലേ? വാഴയില എന്താണ്? വളരെ വലിയതാണ്. And some plants have small leaves. The neem tree has small leaves. എന്താണ്? neem tree അല്ലേ? അതായത് വേപ്പ് അല്ലേ? വേപ്പ് ഇല എന്താണ്? വളരെ ചെറുതാണ്. അപ്പൊ ഇവിടെ രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അൻവിത, ഇങ്ങോട്ടാ നോക്കുന്ന മോളെ? അൻവിത ലിസൺ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ ചില ഇലകൾ എന്താണ്? വളരെ വലിയതാണ്, ചില ഇലകൾ വളരെ ചെറുതുമാണ് അല്ലെ? വാഴയില എന്താണ്? ഇറ്റ് ഇസ് വെരി ബിഗ് ആൻഡ് നീം ലീഫ് ആർ വെരി സ്മോൾ അല്ലെ? വേപ്പിന്റെ ഇലകള് ചെറുതാണ്, വാഴയില എന്താണ്? വളരെ വലിയതാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇന്ന് എന്ത് ചെയ്യണം? ക്ലാസ് കഴിഞ്ഞിട്ട് പോയി നോക്കണം അല്ലെ? നമ്മുടെ ചുറ്റും ഒരുപാട് മരങ്ങളുണ്ട്. ഏതിനൊക്കെയാണ് വലിയ ഇലയുള്ളത്, ഏതിനൊക്കെയാണ് ചെറിയ ഇലയുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കണം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? We are already says about different kinds of plants and the leaves. ഇലകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. Plants have leaves. ചെടികൾക്കെല്ലാം എന്തുണ്ട്? ഇലകളുണ്ട്. Then most leaves are green. മിക്കവാറും ഇലകൾ എന്താണ്? പച്ച നിറമാണ് അല്ലേ? Then some plants have big trees. ചില മരങ്ങൾക്കും ചെടികൾക്കും ഒക്കെ എന്തുണ്ട്? വലിയ ഇലയുണ്ട് അല്ലേ? വാഴയിലൊക്കെ എന്താണ്? വളരെ വലിയതാണ്. And some trees have small leaves. ചെറിയ ഇലകളുണ്ട്. വേപ്പില അല്ലെ? വേപ്പിലയൊക്കെ എന്താണ്? Very small. Okay, clear? വലിയ ഇലകളും ചെറിയ ഇലകളും ഉണ്ട് എന്നാണ് പറയുന്നത്. വാഴയിലക്കൊക്കെ എന്താണ്? വലിയ ഇലയാണ് വാഴയില. ദെൻ വേപ്പിലയൊക്കെ വളരെ ചെറുതാണ്. വേപ്പിന്റെയും മിന്റിന്റെയും എന്താണ്? ഒക്കെ ഇലകൾ അല്ലെ? തുളസി ഇലയൊക്കെ എന്താണ്? വളരെ ചെറിയതാണ്. ഓക്കെ, അറിയാലോ? Then next page number 120. Next page. Okay. Thorns അല്ലേ? Thorns-നെ കുറിച്ചാണ് പറയുന്നത്. Some plants have thorns. The rose and cactus have thorns. Thorns keep the plants safe. എന്താണ് പറയുന്നത്? മുള്ളുകളെ കുറിച്ചാണ് പറയുന്നത്. മുള്ളുകൾ അല്ലേ? മുള്ളുകളുള്ള ചെടികൾ കണ്ടിട്ടുണ്ടോ? മുള്ളുകളുള്ള ചെടികള് എന്തെങ്കിലും ചെടികൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ റയാൻ? എന്ത് ചെടിയാണ് കണ്ടിട്ടുള്ളത് റയാൻ? മുള്ളുകളുള്ള ഒരു ചെടി. റോസ്. യാ, റോസ്. റോസ് പ്ലാന്റ് ഹാവ് thorns അല്ലേ? റോസ ചെടിക്ക് എന്തുണ്ട്? മുള്ളുണ്ട് അല്ലേ? വേറെന്താണ് ദീക്ഷിത്? വേറെന്ത് ചെടിയാണ് മുള്ളുകളുള്ള ചെടി? അറിയാമോ ദീക്ഷിത്? Cactus. Yeah, cactus.
അല്ലെ? എന്താണത്? നമ്മുടെ നാട്ടിൽ അതിന് എന്ത് പറയും? കള്ളിമുൾച്ചെടി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അപ്പൊ കാക്ടസും ഉണ്ട് റോസും ഉണ്ട് അല്ലെ? മുള്ളുകളുള്ള. ഇതിന് രണ്ടിനും എന്താണ്? മുള്ളുകൾ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ റോസാപ്പൂവൊക്കെ പറിക്കാൻ വേണ്ടി പോകുമ്പോ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ കയ്യിലൊക്കെ മുള്ള് കൊള്ളാറുണ്ട് അല്ലേ? മുള്ള് തറക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ മുള്ളുകളുണ്ട്. അപ്പൊ ഈ thorns ഈ ചെടികളെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? thorns keep the plants safe. ചെടികളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാണ് ഈ മുള്ളുകൾ ചെയ്യാറില്ലേ? നമ്മൾ ആരെങ്കിലും ഇപ്പൊ റോസാപ്പൂവൊക്കെ പറിക്കാൻ പോവുകയാണെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ കയ്യിലൊക്കെ മുള്ള് തറക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പേടിച്ചിട്ട് പറിക്കാൻ വേണ്ടി പോവാറില്ല അല്ലെ? കൊച്ചു കുട്ടികളൊക്കെ എന്താണ് ഒട്ടും ശ്രദ്ധയില്ലാതെ റോസാ ചെടിയിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കയ്യിലൊക്കെ മുള്ളു കൊള്ളും. അപ്പൊ ഈ മുള്ളുകൾ എന്തിനാണ് ചെടികൾക്ക് എന്ന് വെച്ചാല് അവരാണ് ഈ ചെടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെ? എപ്പോഴും ചെടികൾ സേഫ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ് ആര്? thorns, മുള്ളുകൾ അല്ലെ? അപ്പൊ എന്താണ് നമ്മളിപ്പോ ഇലകളെ കുറിച്ച് പറഞ്ഞു. ചില ചെടികൾക്ക് എന്തുണ്ട്? ചില ചെടികൾക്ക് വലിയ ഇലയുണ്ട്, ചിലയ്ക്ക് ചെറിയ ഇലയുണ്ട്. ദെൻ റോസാ ചെടികൾക്കൊക്കെ എന്തുണ്ട്? നമ്മൾ പറഞ്ഞു മുള്ളുകൾ ഉണ്ട് അല്ലെ? മുള്ളുകൾ ഉണ്ട് റോസാ ചെടിക്കും കാക്ടസും അല്ലെ? നമ്മുടെ കള്ളിമുൾ ചെടി എന്നൊക്കെ പറയുന്ന ഇത് കണ്ടിട്ടുണ്ടോ? ഈ കാക്ടസ് എന്ന് പറയുന്ന ചെടി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ട് അല്ലേ? കുറെ പേര് കണ്ടിട്ടുണ്ട്, കുറെ പേര് കണ്ടിട്ടില്ല. മുമ്പൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ട് അല്ലേ? ഇപ്പൊ അങ്ങനെ കാണാറേ ഇല്ല. മിസ്സിന്റെ ചെറുതിലൊക്കെ മിസ് ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട്. ബട്ട് ഇപ്പൊ എന്താണ്? ഇപ്പൊ കുറച്ച് കുറവാണ് അല്ലേ? എല്ലായിടത്തും ഇതൊന്നും അങ്ങനെ കാണാനില്ല. എന്നാലും വളരെ റെയർ ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. ദെൻ അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഇലകളെ കുറിച്ച് പറഞ്ഞു. ദെൻ മുള്ളുകളെ കുറിച്ച് പറഞ്ഞു. ചെടികൾക്കുള്ള മുള്ളുകളെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ദെൻ ഹൗ ഡു പ്ലാന്റ്സ് ഗ്രോ? ചെടികൾ വളരുന്നതിൽ ഉള്ള ഡിഫറൻസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. മോസ്റ്റ് പ്ലാന്റ്സ് ബിയർ ഫ്ലവേഴ്സ് അല്ലെ? മിക്കവാറും ചെടികളിൽ എന്തുണ്ടാകാറുണ്ട്? പൂക്കൾ ഉണ്ടാകാറുണ്ട് അല്ലെ? ഒരുപാട് ചെടികളിൽ എന്തുണ്ടാകും? പൂക്കൾ ഉണ്ടാകും. പൂക്കൾ ഇല്ലാത്ത ചെടി നമ്മൾ അങ്ങനെ വളരെ ചുരുക്കമാണ് അല്ലെ? നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ചെടികളുണ്ട്. മിക്ക ചെടികളിലും എന്തുണ്ട്? പൂക്കള് വിരിയാറുണ്ട്. പൂക്കൾ വിരിയാത്ത ചെടികളും ഉണ്ട് അല്ലെ? ജസ്റ്റ് എന്താണ് ഭംഗിക്ക് വേണ്ടി മാത്രം വെക്കുന്ന ചെടികളും ഉണ്ട്. പൂക്കൾ ഉണ്ടാകാത്ത ചെടികൾ. അപ്പൊ എന്താണ് പറയുന്നത്? മിക്കവാറും ചെടികളിൽ പൂക്കൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. മോസ്റ്റ് പ്ലാന്റ്സ് ബിയർ ഫ്ലവേഴ്സ്. മിക്കവാറും ചെടികളിൽ എന്താണ്? പൂക്കൾ വിരിയാറുണ്ട്. ലോട്ടസ്, സൺഫ്ലവർ. എന്താണ് ലോട്ടസ്? എന്താണ് ലോട്ടസ് എന്ന് വെച്ചാൽ? എന്താണ് മോളെ നീയ? ലോട്ടസ് ലോട്ടസ് എന്ന് വെച്ചാൽ എന്താണ്? ആ പിക്ചർ നോക്കിയേ. അങ്ങനത്തെ ഒരു ഫ്ലവർ കണ്ടിട്ടുണ്ടോ? വാട്ട് ഇസ് ദാറ്റ്? ലോട്ടസ്. ലോട്ടസ് എന്ന് വെച്ചാൽ എന്താ അറിയില്ല മോളെ നീയ? ആ ചെടി നോക്കിയേ. എന്ത് പൂവാണത്? എന്ത് പൂ പോലെയാണ് ഉള്ളത് അത് കാണാൻ? താമര. യെസ്, താമര. താമരപ്പൂവിനെയാണ് എന്ത് പറയാ? ലോട്ടസ് എന്ന് പറയാറ്. ഓക്കെ, എന്താണ് മറന്നുപോയോ എല്ലാവരും? ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതല്ലേ ഇതൊക്കെ? താമരപ്പൂവിനെയാണ് എന്ത് പറയാ? ലോട്ടസ് എന്ന് പറയാറ്. അപ്പൊ എന്താണ്? മിക്കവാറും ചെടികളിൽ പൂവുണ്ടാകും എന്നാണ് പറയുന്നത്. താമരയൊക്കെ എന്താണ്? നല്ല പൂവാണ് അല്ലേ? അപ്പൊ അതെന്താണ്? ലോട്ടസ്. ദെൻ സൺഫ്ലവർ. ഡു യു ഹേർഡ് അബൌട്ട് സൺഫ്ലവർ? സൺഫ്ലവർ കണ്ടിട്ടുണ്ടോ? സൺഫ്ലവർ എന്താണ്? സൺഫ്ലവർ എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് മോളെ ദേവർഷ സൺഫ്ലവർ എന്ന് വെച്ചാല്? സൂര്യകാന്തി. യെസ്, സൂര്യകാന്തി അല്ലേ? സൂര്യകാന്തി നല്ല യെല്ലോ കളറിൽ നല്ല ഭംഗിയും നല്ല വലുപ്പവും ഒക്കെ ഉള്ള പൂവാണല്ലേ സൂര്യകാന്തി? കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ എന്താണ്? മിക്കവാറും ചെടികളിൽ പൂവിരിയും എന്നാണ് പറയുന്നത്. താമരയും സൂര്യകാന്തിയും പിന്നെന്താണ്? റോസും ഹിബിസ്കസും ജാസ്മിനും ഒക്കെ എന്താണ്? പൂവുണ്ടാവുന്ന ചെടികളാണ് അല്ലെ? Then some flowers change into fruits. ചില ചെടികൾ എന്താകും? ചില ചെടികളിലെ പൂക്കള് എന്തായി മാറാറുണ്ട്? പഴങ്ങളായിട്ട് മാറാറുണ്ട് അല്ലെ? ചില ചെടികളിൽ അങ്ങനെയാ ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാല് നമ്മളെ പാഷൻ ഫ്രൂട്ട് അല്ലെ? നമ്മുടെ വീട്ടില് പാഷൻ ഫ്രൂട്ട് ഉണ്ടാകാറുണ്ട് അല്ലെ? പാഷൻ ഫ്രൂട്ട് എന്നൊക്കെ ഓരോരാൾ പറയും. എന്താണ്? പാഷൻ ഫ്രൂട്ട് ആണ് അല്ലേ അത്?
നമ്മുടെ പാഷൻ ഫ്രൂട്ട് എങ്ങനെയാണ് ആദ്യം ഉണ്ടാവുക? ആദ്യം തന്നെ പാഷൻ ഫ്രൂട്ട് ആണോ അതിൽ ഉണ്ടാവുക? അല്ല അല്ലെ? ആദ്യം അതിന്റെ അകത്ത് എന്ത് വരും? ഒരു പൂ വരും അല്ലേ? ആ പൂവിൽ നിന്നാണ് പിന്നെ എന്തുണ്ടാവുക? ചെറിയ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ട് അത് വളർന്ന് 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 വരും അല്ലേ? ആദ്യം എന്താണ് ഉണ്ടാവുക? ഇറ്റ് ഹാസ് എ സ്മോൾ ഫ്ലവർ. ദെൻ അത് വളർന്നിട്ട് എന്തുണ്ടാകും? കായ ഉണ്ടാവും അല്ലേ? ഫ്രൂട്ട് ഉണ്ടാവും അല്ലേ? അപ്പൊ പാഷൻ ഫ്രൂട്ട് പോലെ അങ്ങനത്തെ ഒരുപാട് ചെടികൾ ഉണ്ട് അല്ലേ? എന്താണ് റിച്ചാർഡ്? ഒന്നുമില്ല. ഓക്കെ, റൈറ്റ്. എന്താണ് അപ്പോ സം ഫ്ലവേഴ്സ് ചേഞ്ച് ഇൻടു ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത്. ചില പൂക്കള് എന്താകും? പഴങ്ങളായിട്ട് മാറും അല്ലേ? പാഷൻ ഫ്രൂട്ട് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് അല്ലേ? അങ്ങനത്തെ ഒരുപാടുണ്ട് അല്ലേ? ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയി മാറുന്ന ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ മോസ്റ്റ് ഫ്രൂട്ട്സ് ഹാവ് സീഡ്സ് ഇൻസൈഡ് ദം. മിക്കവാറും പഴങ്ങൾക്ക് എന്തുണ്ടാകാറുണ്ട്? അതിന്റെ അകത്ത് സീഡ്സ് ഉണ്ടാവും അല്ലേ? സീഡ് എന്ന് വെച്ചാൽ എന്താണ്? സീഡ്സ് ആർക്കെങ്കിലും അറിയാമോ എന്താണ് സീഡ് എന്ന് വെച്ചാല്? ഓക്കെ, മുഹമ്മദ് മുക്താസി പറയാൻ വേണ്ടി പോകുന്നുണ്ട്. എന്താണ് മോനെ സീഡ്സ് എന്ന് വെച്ചാല്? വിത്ത്. യാ, റൈറ്റ്. വിത്തുകൾ അല്ലേ? വിത്തുകളെയാണ് നമ്മൾ സീഡ് എന്ന് പറയാറ്. വിത്തുകള് എന്താണ്? മണ്ണില് നമ്മൾ നട്ടുവെച്ച് അത് മുളച്ചിട്ടൊക്കെയാണ് ചെടികളൊക്കെ ഉണ്ടാവാറ് അല്ലേ? അപ്പൊ എന്താണ്? മോസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് ഹാവ് സീഡ്സ് ഇൻസൈഡ് ദം. എന്താണ്? മിക്കവാറും ഫ്രൂട്ട്സിൽ എന്തുണ്ടാകാറുണ്ട്? അതിന്റെ അകത്ത് അതിന്റെ വിത്തുകൾ ഉണ്ടാകാറുണ്ട് അല്ലേ? അങ്ങനത്തെ രണ്ട് ഫ്രൂട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പപ്പായ ആൻഡ് ആപ്പിൾ. പപ്പായയുടെ അകത്തും ആപ്പിളിന്റെ അകത്തും എന്തുണ്ട്? അതിന്റെ വിത്തുകൾ ഉണ്ട് അല്ലേ? നമ്മൾ പപ്പായ ഒക്കെ കഴിച്ചിട്ട് അതിന്റെ വിത്തുകൾ എവിടെയെങ്കിലും ചാടിയാല് അത് അവിടെ നിന്ന് മുളച്ച് ചെടിയായി വരാറുണ്ട് അല്ലേ? ഉണ്ട്. അപ്പൊ നിങ്ങൾ നല്ല പപ്പായ ഒക്കെ കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് അകത്തുനിന്ന് ആ സീഡ്സ് ഒക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ നട്ടു വെക്കണം എന്നില്ല അല്ലെ? പപ്പായ സീഡ്സ് ഒക്കെ എന്താണ്? നമ്മൾ എവിടെയെങ്കിലും കളഞ്ഞാല് അവിടുന്ന് വരെ മുളച്ചു വരാറുണ്ട് അല്ലേ? പപ്പായയുടെ ആപ്പിളിന്റെ ഒക്കെ അകത്ത് അല്ലെ? ആപ്പിളിന്റെ അകത്തും നമ്മൾ ആപ്പിള് കഴിക്കുമ്പോ എന്ത് കാണാറുണ്ട്? ചെറിയ സീഡ്സ് അതിന്റെ അകത്ത് ഉണ്ടാകാറുണ്ട് അല്ലെ? അപ്പം പപ്പായയുടെ ആപ്പിളിന്റെയും പിന്നെ എന്തുണ്ട്? വാട്ടർ മെലണിന്റെ അകത്തും ഉണ്ട് അല്ലെ? വാട്ടർ മെലണിന്റെ അകത്തൊക്കെ എന്തുണ്ട്? അതിന്റെ സീഡ്സ് കാണാറുണ്ട്. അപ്പൊ മിക്കവാറും ഫ്രൂട്ട്സിന്റെ അകത്ത് അതിന്റെ വിത്തുകളും ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ സീഡ്സ് എന്ന് വെച്ചാൽ എന്താന്ന് നമുക്ക് നോക്കാം. A seeds has a baby plant inside it. സീഡ്സിന്റെ അകത്ത് എന്താണ് ഉണ്ടാവുക? ചെറിയ കുഞ്ഞു വാവയാണ് ഉണ്ടാവുക അല്ലെ? എന്ത് കുഞ്ഞു വാവയാണ്? ചെടിയുടെ കുഞ്ഞല്ലേ? ചെടിയുടെ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിന്റെ അല്ലെ? ആപ്പിളിന്റെ സീഡ്സിന്റെ ഒക്കെ അകത്ത് എന്താണ് ഉണ്ടാവുക? ആപ്പിളിന്റെ ചെറിയ കുഞ്ഞാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? മണ്ണിന്റെ അകത്ത് നട്ടുവെക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഡേ ടു ഡേ വളർന്ന് 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 എന്താകും? ആപ്പിൾ ട്രീ ഒക്കെ ഉണ്ടാവും അല്ലേ? പപ്പായയുടെ അകത്തും അതുപോലെയാണ്. ചെറിയ കുഞ്ഞു പപ്പായയുടെ കുഞ്ഞാണ് അതിന്റെ അകത്ത് ഉണ്ടാവുക. അത് നമ്മൾ എന്ത് ചെയ്യണം? മണ്ണിന്റെ അകത്ത് നട്ടുവെച്ചാല് അതിന്റെ അകത്തുനിന്ന് മെല്ലെ 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 അത് പുറത്തേക്ക് വരും അല്ലേ? അതാണ് അവിടെ ഒരു പിക്ചർ തന്നിട്ടുള്ളത്. A seed has a baby plant inside it. ഒരു സീഡിന്റെ അകത്ത് എന്തുണ്ട്? ബേബി പ്ലാന്റ് ഉണ്ട് അല്ലേ? കുഞ്ഞു വാവ ഉണ്ട് അല്ലേ? വിത്തുകളുടെ അകത്ത് വിത്തിന്റെ കുഞ്ഞു വാവയാണുള്ളത്. ആ ചെടിയുടെ കുഞ്ഞു വാവയാണുള്ളത്. അപ്പൊ നമ്മൾ അത് മണ്ണിൽ നട്ടുവെച്ചിട്ട് എന്ത് ചെയ്യണം? When the seeds gets air, water and sunlight. വിത്തുകൾ വളരാൻ വേണ്ടി എന്ത് വേണം? എന്താണ് മോനെ അഫ്രാസ്? Wait. എന്താണ് മോനെ അഫ്രാസ്? അൺമ്യൂട്ട് ചെയ്തേ. എന്താണ്? അൺമ്യൂട്ട് ചെയ്യൂ. ഒന്നുമില്ല. ഓക്കെ. അപ്പൊ എന്താണ്? വിത്തുകളുടെ അകത്ത് ചെറിയ വിത്തിന്റെ കുട്ടിയാണ് ഉണ്ടാവുക. ആ ചെടിയുടെ കുഞ്ഞുവാവയാണ് ഇതിന്റെ അകത്ത് ഉണ്ടാവുക? വിത്തിന്റെ അകത്ത് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ വിത്ത് കൊണ്ട് മണ്ണിൽ നട്ടിട്ട് അതിന് എന്തുണ്ടാവണം? ഫ്രഷ് എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ് അല്ലേ? വെള്ളവും സൂര്യപ്രകാശവും എയറും അല്ലേ? വായുവും വേണം. എന്തിന്? ചെടികൾക്ക് വളരാൻ വേണ്ടി അല്ലേ? അപ്പൊ എന്താണ്? വിത്തുകൾ കൊണ്ടുപോയി നമ്മള് മണ്ണിൽ നട്ടു കഴിഞ്ഞാല് അതിന് എയറും വാട്ടറും
സൂര്യപ്രകാശവും കിട്ടിയാൽ എന്ത് ചെയ്യും? ദ ബേബി പ്ലാൻ കം ഔട്ട് അല്ലേ? ആ വിത്തിന്റെ അകത്തുള്ള ചെറിയ കുഞ്ഞുവാവ പുറത്തേക്ക് വരും അല്ലേ? ചെറിയ ചെടിയുടെ കുഞ്ഞുവാവ എന്ത് ചെയ്യും? അതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരും. അപ്പൊ വിത്തുകളുടെ അകത്ത് എന്താ ഉള്ളത്? ബേബി പ്ലാന്റ് ആണ് ഉള്ളത് അല്ലേ? ചെറിയ ചെടിയാണുള്ളത്. അപ്പൊ നമ്മളത് നട്ട് കഴിഞ്ഞിട്ട് വെള്ളവും സൂര്യപ്രകാശവും ഒക്കെ കിട്ടിക്കഴിയുമ്പോ എന്ത് ചെയ്യും? ദ ബേബി കം ഔട്ട്. ആ ചെറിയ ചെടി എന്ത് ചെയ്യും? പുറത്തേക്ക് വരും അല്ലേ? അവിടെ ഒരു പിക്ചറിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മൾ ഒരു വിത്ത് അവിടെ നട്ടു. പിക്ചർ നോക്കിയേ, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 121. പിക്ചർ നോക്കിയേ. ആദ്യം നമ്മളൊരു വിത്ത് മണ്ണിന്റെ അടിയിൽ നട്ടു അല്ലേ? നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സൂര്യപ്രകാശം ഒക്കെ കിട്ടിക്കഴിയുമ്പോ എന്ത് ചെയ്യും? മെല്ലെ മെല്ലെ അത് വളരാൻ വേണ്ടി പോവാണല്ലേ? അങ്ങനെ നന്നായിട്ട് വെള്ളവും സൂര്യപ്രകാശവും കിട്ടിക്കഴിയുമ്പോ മെല്ലെ അത് മണ്ണിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നല്ല ചെടിയായിട്ട് മാറും അല്ലേ? അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? പപ്പായയും ആപ്പിളും ഒക്കെ കഴിക്കുമ്പോ എന്ത് ചെയ്യണം? അതിന്റെ സീഡ്സ് ഇതുപോലെ കൊണ്ടുപോയിട്ട് മണ്ണിന്റെ അടിയിൽ നട്ടിട്ട് എപ്പോഴും വെള്ളവും നല്ല സൺലൈറ്റും ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് വേണം നടാൻ. നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വേണം അല്ലേ ചെടികൾക്ക് വളരാൻ വേണ്ടി? എന്ത് വേണം? ചെടികൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ എന്താണ് വേണ്ടത്? സൺലൈറ്റ് വേണം അല്ലേ? They are make food with the help of sunlight. സൂര്യപ്രകാശം ഇല്ലാതെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ എന്ത് വേണം? ഇങ്ങനെ നട്ടുവെക്കുമ്പോ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നട്ടുവെക്കാൻ വേണ്ടി അല്ലേ? അപ്പൊ സൂര്യപ്രകാശവും വെള്ളവും ഒക്കെ കിട്ടുമ്പോൾ ചെടികൾ പുറത്തേക്ക് വരും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അതിന്റെ സീഡ് എവിടെയെങ്കിലും കളയുന്നതിന് പകരം നട്ടുവെക്കണം. ഓക്കെ, നമ്മുടെ ക്ലാസ് ടൈം കഴിയാൻ വേണ്ടി പോവാണ്. ഓൺലി 1 minute മാത്രമേ ഉള്ളൂ. ചിലപ്പോ ഇപ്പൊ തന്നെ നമ്മുടെ ക്ലാസ് കട്ടാവും. ദേവർഷ, അമ്മയോട് മിസ്സിനെ വിളിക്കാൻ പറയണേ മോളെ. ദേവർഷ, ഓക്കെ. ദെൻ എന്താണ്? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ മിസ് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ലെങ്കിൽ വേണ്ട നെക്സ്റ്റ് ക്ലാസ്സിൽ